നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ചിരിക്കുന്നത് ആയുസ് കൂട്ടുമെന്ന് പഴമക്കാർ പറയുന്നത് വെറുതെ ഒന്നുമല്ല. 100 വർഷത്തിലധികം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ഉറപ്പൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ ജീവിതകാലം കൂടുതൽ ഉന്മേഷമുള്ളതാക്കാൻ പുഞ്ചിരി സഹായിക്കുമെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഗവേഷണമനുസരിച്ച് വിഷാദരോഗം അനുഭവിക്കുന്ന ആളുകൾക്ക് ചിരിയാണ് ഏറ്റവും നല്ല ചികിത്സ. നിങ്ങൾ ഓരോരുത്തരും സുന്ദരിമാരും സുന്ദരന്മാരുമാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പുഞ്ചിരിയും. ഒരു പുഞ്ചിരിക്ക് ഹൃദയങ്ങളെ കീഴടക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും കഴിയും എന്ന വസ്തുത നിഷേധിക്കാനാകില്ല. എങ്കിലും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ദിവസത്തെ തിളക്കമുള്ളതാക്കുന്നതിന് കൂടുതൽ പുഞ്ചിരിക്കാൻ നാം മറക്കുന്നു. എന്തിനാണ് നിങ്ങൾ ചിരിക്കാൻ മറക്കുന്നത്, ചിരിക്കാൻ മടിക്കുന്നത്? നിങ്ങളുടെ ചിരി മോശമാണെന്ന് തോന്നിയിട്ടാണോ? നമുക്കെല്ലാം അറിയും പോലെ ചിരിക്കുന്ന മുഖം സ്വാഭാവികമായും കൂടുതൽ ആകർഷകവും സുന്ദരവുമാണ്. മറ്റുള്ളവരുമായി ബന്ധപ്പെടാനുള്ള മികച്ച മാർഗമാണ് പുഞ്ചിരി. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്നതിലും ഇത് നല്ല സ്വാധീനം ചെലുത്തുന്നുണ്ട്. നിറഞ്ഞ ചിരിയോടെ മറ്റുള്ളവരെ സമീപിക്കുമ്പോൾ അത് നമുക്ക് മാത്രമല്ല സന്തോഷം തരുന്നത്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് കൂടിയാണ് എന്നതാണ് സത്യം. ഏത് പ്രശ്നത്തെയും ചിരിച്ചുകൊണ്ട് നേരിടുന്നവർക്ക് പെട്ടെന്ന് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയും. അവരുടെ ചിരിച്ച മുഖം തന്നെയാണ് ഇതിനെല്ലാം കാരണം. മനോഹരമായ ചില ചിരികൾ സമ്മാനിക്കുന്നത് ചില പൊതുജീവിതങ്ങളായിരിക്കും. ചിരിക്കുമ്പോൾ തലച്ചോറിൽ നിന്നും ഉണ്ടാകുന്ന രാസവസ്തു ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. ചിരി മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ശരിയായ രീതിയിൽ രക്തയോട്ടം നടത്താനും സഹായിക്കുന്നു. മാനസിക പിരിമുറുക്കവുമായി ബന്ധപ്പെട്ട് 4 ഹോർമോണുകളുടെ തോത് ചിരി മൂലം കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഉത്കണ്ഠ കുറയ്ക്കാൻ ചിരിക്ക് സാധിക്കും. എന്നാൽ അതിനായി കൂടുതൽ ബോധപൂർവമായ ശ്രമം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്ങനെ കൂടുതൽ പുഞ്ചിരിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചില രഹസ്യ വിദ്യകൾ ഇപ്പോൾ പറയാം. വിദഗ്ധർ പറയുന്നത് ഇങ്ങനെയാണ്. ഏത് മോശം സാഹചര്യത്തിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള നന്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സന്തോഷം ഒരിക്കലും ഒരു സാഹചര്യമല്ല, എന്നാൽ ഓരോ നിമിഷവും നാം എടുക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണിത്. ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതിലോ ചീത്തയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലെങ്കിൽ നമ്മളിലെ നല്ലതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മറ്റുള്ളവരോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്തോഷകരമായ ജീവിതം ആസ്വദിക്കാൻ കഴിയുകയും അതുവഴി നല്ലതുപോലെ പുഞ്ചിരിക്കാനും സാധിക്കും. നിങ്ങൾക്ക് ജീവിച്ചു തീർക്കാൻ ആകെയുള്ളത് ഒരു ജീവിതമാണ്. പുറത്തിറങ്ങുക, പ്രവർത്തിക്കുക, നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും വിധം പരിശ്രമിക്കുക. അത് ഉറപ്പായും നിങ്ങളിലെ പരമാവധി മികച്ച പതിപ്പായിരിക്കണം. അങ്ങനെ അത് നേടിയെടുക്കുക. അതുവഴി നിങ്ങൾ കൂടുതൽ സന്തോഷവാനാവുകയും കൂടുതൽ പുഞ്ചിരിക്കാനും പഠിക്കും. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മുഴുകാൻ ദിനചര്യകളിൽ നിന്ന് ഒരു ഇടവേള എടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള സന്തോഷവും മനസ്സമാധാനവും ഇല്ലാതാക്കും. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് പരിശോധിക്കുന്നത് നിർത്തുക. പകരം നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള പഠന വഴികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ എത്രത്തോളം മെച്ചപ്പെടുന്നുവോ അത്രയധികം നിങ്ങൾ സന്തോഷവാനായിരിക്കും. മറ്റുള്ളവർ എന്തും ചെയ്തോട്ടെ, നിങ്ങൾ നിങ്ങളായിരിക്കുക. നിങ്ങൾ നിങ്ങളോടും മറ്റുള്ളവരോടും ദയയും അനുകമ്പയും പുലർത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സമയം നീക്കിവെക്കാൻ ശ്രമിക്കുക. അരോചകത്വങ്ങൾക്കിടയിലും സമാധാനത്തോടെ നിലകൊള്ളാനുള്ള ആന്തരിക ശക്തി നൽകുന്ന നന്മയുടെ നിമിഷങ്ങൾ കെട്ടിപ്പടുക്കുക. ആരോഗ്യകരമായ ജീവിതശീലങ്ങൾ പാലിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക. നന്നായി ഉറങ്ങുക. നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന എന്തും ചെയ്യൂ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.